മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഹാലക്ഷ്മിയും കണ്ണനെയും തോൽപ്പിക്കാനായിട്ട് കരുണ കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും വലിയ വജ്രായുധമാണ് ഒരു കുഞ്ഞിനമ്മയാകുക എന്നത്. കുഞ്ഞിനെ താലോലിക്കാനും ഒരു കുഞ്ഞിനമ്മയാകുക എന്ന ആഗ്രഹത്തിനൊന്നും അല്ല ഒരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിക്കുന്നത്, മറിച്ച് കുഞ്ഞിൻ്റെ ചോറ് കൊടുപ്പും അതിൻ്റെ നൂലുകെട്ടും അങ്ങനെ പല പല ചടങ്ങുകളുണ്ടല്ലോ, പിറന്നാൾ അങ്ങനെയൊക്കെ നടത്തി കണ്ണനെയും മഹാലക്ഷ്മിയും വിഷമിപ്പിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടെ ഒരു വർഷത്തിനുള്ളിൽ തനിക്കൊരമ്മയാകണം, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് വേണമെന്ന് ഉണ്ണി ചോദിക്കുന്ന സമയത്ത് അതും ഇനി ഞാൻ പറഞ്ഞു തരണം എന്ന് കളിയാക്കിക്കൊണ്ട് കരുണ പറയുന്നുണ്ട്. അന്ന് അബോഷനായ സ്ഥിതിക്ക് പിന്നീട് ഇതുവരെ എനിക്കൊരു കുഞ്ഞിന് അമ്മയാകാൻ പറ്റിയില്ല, അതുകൊണ്ട് എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്ന് കാണിക്കണമെന്ന് തോന്നുന്നു. അന്ന് അബോഷനായപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടത്തിയിരുന്ന ആ ഹോസ്പിറ്റലിൽ തന്നെ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ നേരെ ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. മുത്തശ്ശിയും പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോയി ഒന്ന് കാണിക്കണം, കാരണം ഇതുവരെ ഒരു വിശേഷം അറിയിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് മുത്തശ്ശി അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. ഹോസ്പിറ്റലിൽ പോയി എല്ലാ ചെക്കപ്പും കഴിഞ്ഞ് റിസൾട്ടാണെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് അന്ന് ആ പായസത്തിലൂടെ ഉള്ളിൽ ചെന്ന വിഷത്തിൻ്റെ എഫക്റ്റ് ഇപ്പോഴും കരുണയുടെ ശരീരത്തിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും കരുണയ്ക്ക് ഒരമ്മയാകാൻ പറ്റില്ല എന്ന് കേട്ടതും ഉണ്ണിയും കരുണയും ആകെ ഞെട്ടുന്നുണ്ട്. ഉണ്ണിയാണെങ്കിൽ ഞെട്ടിത്തരിച്ചെന്ന് തന്നെ പറയാം. മഹാലക്ഷ്മിയോട് വാശി കാണിക്കാൻ പോയിട്ട് ഒടുക്കം അവരെ പോലെ തന്നെ ഒരു കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള ഭാഗ്യമില്ലാതായി മാറി തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലും എന്ന് മനസ്സിലാക്കിയ ഉണ്ണിയാണെങ്കിൽ കരുണയെ തറപ്പിച്ച് നോക്കുമ്പോൾ കരുണയാണെങ്കിൽ കണ്ണും തള്ളി പേടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ പുറത്തിറങ്ങുന്ന കരുണയോട് ഉണ്ണി ചോദിക്കുന്നുണ്ട്, ഇപ്പം സന്തോഷമായില്ലേ, എനിക്ക് സ്വത്തും പണവും ഇല്ലെന്ന് പറഞ്ഞിട്ട് എപ്പോഴും എന്നെ കളിയാക്കാറുണ്ട്, ഈ കാര്യത്തെ ചൊല്ലി ഞാൻ ഇനി നിന്നെ കുത്തിക്കഴിഞ്ഞാൽ നിനക്ക് എന്തുമാത്രം ഫീൽ ചെയ്യും കരുണേ, അതുപോലെ തന്നെയാണ് എൻ്റെ അവസ്ഥ. എന്തായാലും ഈ സന്തോഷ വാർത്ത ആദ്യം അറിയിക്കേണ്ടത് നിൻ്റെ മുത്തശ്ശിയും അച്ഛനെയും തന്നെയാണ്, ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചത് അവരല്ലേ എന്ന് പറഞ്ഞിട്ട് ഉണ്ണിയാണെങ്കിൽ കരുണയും കൂട്ടി കരുണാലയത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പം മുത്തശ്ശിയും പ്രതാപനും അവിടെ ഉണ്ട്. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോളെ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായി, ആ സന്തോഷ വാർത്ത പറയാൻ തന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിന്ന് ഉണ്ണിയും പറയുന്നുണ്ട്. കരുണയാണെങ്കിൽ ആകെ കലി പിടിച്ച് ദേഷ്യത്തോടും വിഷമത്തോടും ഒക്കെ നിൽക്കുവാണ്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, ചെക്കപ്പ് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞ് ഇനി ഒരിക്കലും ഇവക്കൊരു അമ്മയാകാൻ പറ്റില്ലെന്ന്. അത് കേട്ട് മുത്തശ്ശിയും പ്രതാപനും ഞെട്ടിയിട്ട് പ്രതാപൻ ചോദിക്കുന്നു, എന്താ മോനെ, എന്താ ഈ പറയുന്നത്? അതെ അച്ഛ, വിഷപ്പായസം ഉള്ളിൽ ചെന്ന് ഞങ്ങളുടെ കുഞ്ഞ് നഷ്ടമായെങ്കിലും ആ മരുന്നിൻ്റെ എഫക്റ്റ് ഇപ്പോഴും ഇവളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ലെന്ന്, ഇനി ഒരിക്കലും ഇവക്കൊരു അമ്മയാകാൻ പറ്റില്ലെന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അത് കേട്ട് മുത്തശ്ശിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുമ്പം രണ്ടാൾക്കും ഇപ്പോൾ സന്തോഷമായില്ലേ. മഹാലക്ഷ്മിയുടെ ജീവൻ ഇല്ലാതാക്കാമെന്നും പറഞ്ഞ് ഏതോ ഒരു ലാടവൈദ്യൻ്റെ അടുത്ത് പോയി വിഷമരുന്ന് മേടിച്ചിട്ട് ഏറ്റവും അവസാനം അതെല്ലാവരും കൂടി എനിക്ക് തന്നെ തന്ന് എൻ്റെ ഭാവി ഇല്ലാണ്ടാക്കിയല്ലോ എന്നൊക്കെ പറഞ്ഞ് കരുണ വിഷമിച്ച് പോകുമ്പോഴത്തേക്കും മുത്തശ്ശി പറയുന്നു, ഇനി എന്ത് ചെയ്യൂടെ പ്രതാപ, നമുക്ക് അവളെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാം, എന്തായാലും അധികം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. ആ മുത്തശ്ശി എന്തായാലും സമാധാനപ്പെട് എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നെങ്കിലും പ്രതാപനും നല്ല ടെൻഷൻ ആകുന്നുണ്ട്. അതേസമയം കണ്ണനും മഹാലക്ഷ്മിയും അനന്തവും ലേഖയൊക്കെ ട്രിപ്പിന് പോകുന്നുണ്ട്. അതിനിടയ്ക്ക് അപകടത്തിൽ പരിക്കേറ്റ് കിടക്കുന്ന സാഗറിനെ കാണാനായിട്ട് മാർക്ക് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്കും മേഘനാണെങ്കിൽ അതിന് മുമ്പേ അവിടെ എത്തിയിരുന്നു. ശരിക്കും കണ്ണന് നടക്കാനാകുമെന്നുള്ള സത്യം അറിയാവുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് ആ സാഗറാണ്. കാരണം ശത്രുപക്ഷത്തിൽ നിൽക്കുന്നതിൽ നിന്നും സത്യങ്ങളെല്ലാം അറിയാവുന്ന വ്യക്തി സാഗർ തന്നെയാണ്. രണ്ടുപേരും മരിച്ചെങ്കിലും സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയ വ്യക്തിയും സാഗർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മേഘൻ നേരെ ഹോസ്പിറ്റലിൽ പോയത് സത്യങ്ങൾ മനസ്സിലാക്കാനാണ്, എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഹോസ്പിറ്റലിൽ ചെന്നെങ്കിലും ക്യാഷൊന്നും കൊടുത്തതൊന്നുമില്ല, പകരം എല്ലാ ചികിത്സാ ചെലവും ഞാൻ തന്നെ വഹിച്ചേക്കാമെന്ന് ഒരു വാക്ക് പറഞ്ഞിട്ട് സാഗറിൻ്റെ മനസ്സിരിക്കുന്ന നേരിട്ട് കണ്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ പോയത്. പക്ഷേ സാഗറിനാണെങ്കിൽ സംസാരിക്കാനും കേൾക്കാനും പറ്റാത്ത അവസ്ഥയായി അപകടത്തിന് ശേഷം. അതുകൊണ്ട് തന്നെ സാഗറിൽ നിന്നും ഒന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, തൊട്ടു പിന്നാലെ വന്ന മാർക്കോയുടെയും ലോപ്പസിൻ്റെയും കയ്യിൽപ്പെടാതെ രക്ഷപ്പെടേണ്ട അവസ്ഥ വന്നു. അവിടുന്ന് നേരെ വന്ന് പ്രതാപനെ കാണുന്നുണ്ട് മേഘൻ. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് കണ്ണൻ്റെ കാര്യത്തിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട്, കാരണം ഇങ്ങനെ ഒരു അപകടം പറ്റിയെന്നുള്ളൊരു ന്യൂസൊക്കെ ടി വിയിൽ കണ്ടു എങ്കിലും അപകടത്തിലായ അരയ്ക്ക് താഴ്പോട്ട് തളർന്ന വ്യക്തി എന്ന് പറഞ്ഞ് ഒരു ന്യൂസൊന്നും എങ്ങും കണ്ടിട്ടില്ല. അതിൽ നിന്ന് എനിക്കൊരു സംശയമുണ്ട്, കണ്ണന് ശരിക്കും നടക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ പ്രതാപം പറയുന്നത് ചിലപ്പോൾ അതൊക്കെ നമുക്ക് തോന്നുന്നതാകും. എന്തായാലും ഒരു കാര്യം, ഞാൻ ഈ നാട്ടിൽ നിന്ന് അല്പം ഒന്ന് മാറി നിൽക്കുക, ഇനി
ആ മാർക്കോയുടെ കണ്ണിലും കാണാൻ പെട്ട് എനിക്ക് തല്ലുകൊണ്ട് ചാവാൻ വയ്യ. ആ മാർക്കോ എന്ന് പറയുന്നവൻ്റെ പതനം കാണാതെ കണ്ണനെയും മഹാലക്ഷ്മിയും നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അങ്കിള് മറക്കണ്ട എന്ന് പറയുമ്പോൾ പ്രതാപൻ ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട്. ഒന്നാമത് പ്രതാപന് താങ്ങാവുന്നതിൽ അപ്പുറം ഒരു ദുരന്തമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. തൻ്റെ മകൾക്ക് ഒരിക്കലും ഒരു അമ്മയാകാൻ പറ്റില്ല. ആണും പെണ്ണുമായിട്ട് മുത്തശ്ശിക്കും പ്രതാപനും ആകെ കൂടിയുള്ളത് ഒരേ ഒരു മകളാണ്. നാളെ സന്തതി പരമ്പരകൾ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഇത്രയും കട്ടും മോട്ടിച്ചും കൊന്നും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്വത്തുക്കൾക്ക് അവകാശം ഇല്ലാണ്ടായി മാറില്ലേ എന്നുള്ളൊരു വിഷമമാണ് മുത്തശ്ശിയും പ്രതാപനെയും അലട്ടുന്നത്. എന്തായാലും മേഘൻ ഇനി ഒളിച്ചു നിൽക്കാൻ പോകുന്നത് കണ്ണനും മഹാലക്ഷ്മിയും ട്രിപ്പ് പോയ സ്ഥലത്തും കാണാമായിരിക്കുമോ? അങ്ങനെ മേഘൻ തന്നെ നേരിട്ടെല്ലാം കണ്ടറിയേണ്ടി വരുമോ എന്നൊക്കെ കാത്തിരിക്കാം.